ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആയിഷാസ് യമ്മി വേൾഡ്. ഇന്ന് നമുക്ക് സൽക്കാരങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം കാണിച്ചാലോ? ഇന്ന് എനിക്ക് ഒരു ഓർഡർ വന്നപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 ബൗൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. 30 കോഴിമുട്ടയുടെ കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം കറക്റ്റാണ്. ഒരടുപ്പയിലോട്ട് മഞ്ഞയെല്ലാം മാറ്റി നന്നായി അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് മേലെ ഉണ്ടാവുന്ന പാടയെല്ലാം പോയി നമ്മുടെ മുട്ടമാല നല്ല വൃത്തിക്ക് കിട്ടുന്നതായിരിക്കും. ശേഷം ഇങ്ങനെ മാറ്റിയെടുത്ത് മഞ്ഞ നമുക്ക് ഒരു ഡിഷ് വാഷിൻ്റെ ബോട്ടിലോട്ട് ഒഴിക്കാം. ഡിഷ് വാഷിൻ്റെ സ്മെല്ലോ കാര്യമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിന് സ്മെല്ലോ കാര്യമൊന്നും ഇല്ല. ശേഷം നമുക്ക് മുട്ടസുർക്കയ്ക്ക് വേണ്ടിയിട്ട് 10 രൂപയുടെ ഒരു അമൂലിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഹാഫ് വെള്ളം ഒഴിച്ച് നന്നായി പഞ്ചസാര മെൽറ്റാവുന്നത് വരെ അടിച്ചെടുക്കാം. ശേഷം ഹാഫ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ശേഷം ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് 2 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റാകാൻ മാറ്റി വെക്കാം. നമ്മുടെ മുട്ടസുർക്ക സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഞാനിവിടെ കേക്കിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് ഒരല്പം ഓയിൽ തൂക്കി കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് മുട്ടസുർക്കയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. മാക്സിമം ഇത് സ്റ്റീമാവാൻ ഒരു 45 മിനിറ്റ് വരെ എടുക്കും. 40 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടമാല ചെയ്തെടുക്കാം. നേരത്തെ മുട്ടസുർക്കയിൽ നിന്നും മാറ്റി വെച്ച ഒരല്പം വെള്ളയാണ്. ഒരല്പം ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. മധുരം നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടാനാണ്. ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് പഞ്ചസാരയിലുള്ള അഴുക്കൽ എല്ലാം പോകാനാണ്. ഈ സമയം നന്നായിട്ട് പഞ്ചസാരയിലെ അഴുക്കെല്ലാം പോകും. ഇതിലധികം അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ലാത്ത പക്ഷം ചെറിയൊരു കളർ ചേഞ്ചിങ് കാണുന്നതാണ്. ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മുട്ടമാല നന്നായി ചുറ്റിച്ചെടുക്കാം. തിള വരുന്നിടത്തേക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ. എല്ലാ പോർഷനും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ശേഷം ഒരു ചെറിയ ബൗൾ വെച്ച് അതിൻ്റെ മേലോട്ട് ഒരടുപ്പ വെച്ച് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നെ കോരി മാറ്റാം. ഇങ്ങനെ മാറ്റുമ്പോൾ ഇതിലുള്ള എല്ലാ സീറയും അടിയിലുള്ള ബൗളിലേക്ക് ചുറ്റിപ്പോകുന്നതാണ്. അങ്ങനെ എല്ലാ മുട്ടസുർക്കയും മുട്ടമാലയും നമുക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 2 ട്രിപ്പൊക്കെ ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ചേർക്കാം. അത് സീറ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നന്നായി ആയി വരുമല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 2-3 തവണ ചുറ്റിച്ചടിച്ചതിന് ശേഷം ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നത് നല്ലതാണ്. ശേഷം അതിൻ്റെ ചുറ്റുമുള്ള അഴുക്കെല്ലാം ഒഴിവാക്കാം. നമ്മുടെ മുട്ടസുർക്ക ഇവിടെ തയ്യാറായോ നോക്കാം കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ്. ആയിട്ടില്ല, ഒന്നും കൂടെ നോക്കാം കേട്ടോ. ഇതിപ്പോൾ 40 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. കറക്റ്റ് 45 മിനിറ്റ് ആകുമ്പോൾ സെറ്റാവുന്നതാണ്. അങ്ങനെ മുട്ടസുർക്ക അവിടെ തയ്യാറായി. മുട്ടമാലയും അതിന് മേലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓർഡർ ആയതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോയിലോട്ട് കാണാം കേട്ടോ. താങ്ക് യു.